നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കോളംസ് വരുന്നുണ്ട്, രണ്ട് ടൈപ്പ്, ഷോർട്ട് കോളം അതുപോലെ തന്നെ സ്ലെൻഡർ കോളം അല്ലെങ്കിൽ ലോങ് കോളം വരുന്നുണ്ട്. ദെൻ നമുക്ക് എന്താണ് വരുന്നത്, ഓയിലേഴ്സ് തിയറി വരുന്നുണ്ട്, റാങ്കൈൻസ് ഫോർമുല വരുന്നുണ്ട്. ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പാർട്ട് 1 എന്ന് പറഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വെർട്ടിക്കൽ മെമ്പർ ഒരു എന്താണ്, ഒരു ആക്സിയൽ കംപ്രസീവ് ലോഡിനെ സബ്ജക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പറിനാണ് നമ്മൾ കോളം അല്ലെങ്കിൽ സ്ട്രട്ട് എന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർ ആയിരിക്കും, അതിന്റെ ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് റിജിഡ്ലി ആയിരിക്കും. ഓക്കെ, വെർട്ടിക്കൽ കോളം ആയിരിക്കും, അതുപോലെ തന്നെ രണ്ട് എൻഡും റിജിഡ്ലി ഫിക്സ്ഡ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ആക്സിയൽ കംപ്രസീവ് ലോഡിനെ ബെയർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോളം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ വെർട്ടിക്കൽ പില്ലേഴ്സ് ബിറ്റ്വീൻ നമ്മുടെ റൂഫ് ആൻഡ് ഫ്ലോർ. നമ്മുടെ ഫ്ലോറിനും റൂഫിനും ഇടയ്ക്കുള്ള നമ്മളെ വെർട്ടിക്കൽ പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോളമാണ്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്ട്രട്ട് ആണ്. സ്ട്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെമ്പർ ആണ്. വൺ ഓർ ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഹിഞ്ച്ഡ് ഓർ പിൻഡ്. ഓക്കെ, നേരത്തെ എന്തായിരുന്നു, റിജിഡ്ലി ഫിക്സ്ഡ് ആയിരുന്നു. ഈ ഒരു കേസിൽ നമ്മുടെ ഒരു എൻഡോ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് എൻഡോ എന്തായിരിക്കും, ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻ ജോയിന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള നോൺ വെർട്ടിക്കൽ ഹിഞ്ച്ഡ് അല്ലെങ്കിൽ പിൻ ജോയിന്റ് ഉള്ള സ്ട്രക്ചറൽ മെമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ്സും അതുപോലെ തന്നെ പിസ്റ്റൺ റോഡ്സും ഒക്കെ. ഓക്കെ, അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെയിലിയർ ഓഫ് കോളം ആണ്. ഫെയിലിയർ ഓഫ് കോളം, നമ്മുടെ ഒരു കോളം എങ്ങനെയൊക്കെ ഫെയിൽ ആവാം, മെയിൻ ആയിട്ട് 3 ടൈപ്പ് ആയിട്ടാണ് നമ്മുടെ കോളം ഫെയിൽ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് കാരണം നമ്മുടെ കോളം ഫെയിൽ ആവാം. ഓക്കെ, ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് കാരണം നമ്മുടെ കോളം ഫെയിൽ ആവാം. ദെൻ നമുക്ക് വരുന്നത് ബക്ലിംഗ് സ്ട്രെസ്സസ് ആണ്. ബക്ലിംഗ് സ്ട്രെസ്സസ് കാരണം നമ്മുടെ കോളം ഫെയിൽ ആവാം. ഓക്കെ, ഇനി തേർഡ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ കാരണം, കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ്സസും അതുപോലെ തന്നെ ബക്ലിംഗ് സ്ട്രെസ്സസും കാരണം നമ്മുടെ കോളം ഫെയിൽ ആവാം. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് എന്താണ്, ഫെയിലിയർ ഓഫ് ഷോർട്ട് കോളം ആണ്. അപ്പം ഷോർട്ട് കോളം മെയിൻ ആയിട്ട് ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ബൈ ക്രഷിംഗ് ആണ്. അതായത് നമ്മുടെ ഡയറക്റ്റ് കംപ്രസീവ് ലോഡ് വരുമ്പോൾ കോളം എന്താണ്, ക്രഷ് ആയിട്ടാണ് ഫെയിൽ ആവുക. ദ കംപ്രസീവ് ലോഡ് ഓൺ എ ഷോർട്ട് കോളം is gradually increased. At a stage will reach when the column will be at a point of failure by crushing. Crushing കാരണമാണ് നമ്മൾ കംപ്രസീവ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഷോർട്ട് കോളം ഫെയിൽ ആവുക. ഓക്കെ, ദിസ് ലോഡ് ഈസ് കോൾഡ്. അപ്പം ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, അപ്പം നമ്മുടെ ലോഡ് നമ്മുടെ കോളം ക്രഷ് ആയി പോകുന്ന ആ ഒരു ലോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രഷിംഗ് ലോഡ് എന്ന് പറയുന്നത്. എന്താ പറയുക, ക്രഷിംഗ് ലോഡ് എന്നാ പറയുക. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പോയിന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓൾ ഷോർട്ട് കോളം ഫെയിൽസ് ഡ്യൂ ടു ക്രഷിംഗ്. അതായത് നമ്മുടെ ഷോർട്ട് കോളംസ് എല്ലാം എന്ത് കാരണമാണ്, ക്രഷിംഗ് കാരണം മാത്രമാണ് ഫെയിൽ ആവുക. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒരു കോളമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ലോഡ് ആക്ട് ചെയ്യുന്നു, ഒരു പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് ക്രഷിംഗ് സ്ട്രെസ് കണ്ടുപിടിച്ചൂടെ, നമ്മുടെ സ്ട്രെസ്സിന്റെ ഫോർമുല എന്തായിരുന്നു, ലോഡ് ബൈ ഏരിയ അല്ലേ. അപ്പം എന്റെ ഫെയിലിയർ ആവുന്ന ലോഡിന് ഞാൻ പി സി ക്രഷിംഗ് ലോഡ് എന്ന് പറയുകയാണെങ്കിൽ, പി സി ക്രഷിംഗ് ലോഡ് ആണെങ്കിൽ എനിക്ക് എന്റെ ക്രഷിംഗ് സ്ട്രെസ് എങ്ങനെ എഴുതാൻ പറ്റും, സിഗ്മ സി ഈസ് ഈക്വൽ ടു പി സി ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതിക്കൂടെ. പി സി എന്ന് പറഞ്ഞാൽ എന്റെ ക്രഷിംഗ് ലോഡാണ്, എ എന്ന് പറഞ്ഞാൽ എന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഫെയിലിയർ ഓഫ് ലോങ് കോൾ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ലോങ് കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് ദ ലെങ്ത് ഓഫ് ദ കോളം ഇൻ കമ്പാരിസൺ ടു ഇറ്റ്സ് ലാറ്ററൽ ഡയമെൻഷൻ ഈസ് വെരി ലാർജ്. അതായത് നമ്മുടെ കോളത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ലാറ്ററൽ ഡയമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ലാറ്ററൽ ഡയമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കോളത്തിന്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ ആ ഒരു കോളത്തിനെ നമ്മൾ എന്ത് പറയും, ലോങ് കോളം എന്ന് പറയും. ഇങ്ങനെയുള്ള കോളംസ് ഡു നോട്ട് ഫെയിൽ ബൈ ക്രഷിംഗ് അലോൺ. ക്രഷിംഗ് കാരണം, ക്രഷിംഗ് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള ഒരു കോളം നമുക്ക് ഫെയിൽ ആവില്ല, ബെൻഡിങ് കാരണം കൂടെ ആണ് നമ്മുടെ ഈ ഒരു ടൈപ്പിലുള്ള ലോങ് കോളം ഫെയിൽ ആവുക. ഓക്കെ, ക്രഷിംഗ് കൊണ്ട് മാത്രം എന്താവില്ല, ഫെയിൽ ആവില്ല. ഓക്കെ, ദ ലോഡ് അറ്റ് വിച്ച് ദ കോളം ജസ്റ്റ് ബക്കിൾസ്. അതായത് ഞാനൊരു കോളത്തിൽ ഒരു ലോഡ് കൊടുത്തിട്ട് അതിനൊരു ബക്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ബക്കിൾ ചെയ്യുന്ന ആ ഒരു ലോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. എന്താണ് ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലോങ് കോളത്തിന്റെ കേസിൽ എന്തായിരിക്കും, ബക്ലിംഗ് ലോഡ് ഈസ് ലെസ് ദാൻ ക്രഷിംഗ് ലോഡ് ആയിരിക്കും. ബക്ലിംഗ് ലോഡ് എന്തായിരിക്കും, ക്രഷിംഗ് ലോഡിനെക്കാട്ടും
കുറവായിരിക്കും. കാരണം നമ്മൾ ഒരു കോളത്തിന് ഒരു ലോഡ് കൊടുക്കുകയാണ്. ആ ലോഡ് കൊടുക്കുന്ന സമയത്ത് ബക്ലിംഗ് ലോഡ് കുറച്ച് എമൗണ്ട് ബക്ലിംഗ് ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ എന്താവും, നമ്മുടെ ആ ഒരു കോളം ഫെയിൽ ആവും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബക്ലിംഗ് ലോഡ് ഈസ് ലെസ് ദാൻ ദ ക്രഷിംഗ് ലോഡ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ദ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സസ് ആർ നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ബക്ലിംഗ് സ്ട്രെസ്. ഓക്കെ, ദ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സസ് ആർ നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ബക്ലിംഗ് സ്ട്രെസ്സസ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ വെരി ലാർജ് കോളം ആർ സബ്ജക്റ്റഡ് ടു ബക്ലിംഗ് സ്ട്രെസ്സസ് ഓൺലി. വെരി ലാർജ് കോളം ആണെങ്കിൽ നമ്മുടെ കോളത്തിൽ എന്തായിരിക്കും, ബക്ലിംഗ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വെരി ലാർജ് കോളം ആണെങ്കിൽ നമ്മുടെ കോളത്തിൽ എന്തായിരിക്കും, ബക്ലിംഗ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ്, കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെസ് ഡ്യൂ ടു ഡയറക്റ്റ് ലോഡ് എങ്ങനെ എഴുതാൻ പറ്റും? സ്ട്രെസ് ഡ്യൂ ടു ഡയറക്റ്റ് ലോഡ് സിഗ്മ 0 അല്ലെങ്കിൽ സിഗ്മ O നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? P ബൈ എ എന്ന് എഴുതിക്കൂടെ? ആ ലോഡ് ഇൻറ്റു ആ ഒരു ആക്ട് ചെയ്യുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ, സിഗ്മ ഇസ് ഈക്വൽ ടു P ബൈ എ എന്ന് എഴുതിക്കൂടെ? നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന സാധനമാണ് സിഗ്മ ഇസ് ഈക്വൽ ടു P ബൈ എ. ഓക്കെ, ഇനി അവിടെ ഒരു സ്ട്രെസ്സും കൂടെ ഉണ്ടാവില്ലേ, സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ്. സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ ബി. അപ്പൊ നമുക്ക് എന്തായിരുന്നു, നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ബെൻഡിങ് ഇക്വേഷൻ എന്തായിരുന്നു? എം ബൈ ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ വൈ എന്നല്ലേ? ഓക്കെ, അതിൽ നമുക്ക് സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ എന്ന് എഴുതിക്കൂടെ? എം ബൈ ഐ ഇൻറ്റു വൈ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇതില് നമ്മുടെ ഐ ഡിവൈഡഡ് ബൈ വൈ എന്താണ്? നമുക്ക് സെഡ് അല്ലേ? ഓക്കെ, അപ്പൊ y ഡിവൈഡഡ് ബൈ ഐ നമുക്ക് 1/z എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ സിഗ്മ ഇസ് ഈക്വൽ ടു എം ബൈ സെഡ് എന്ന് എഴുതിക്കൂടെ? എം ബൈ സെഡ് എന്ന് എഴുതിക്കൂടെ? സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ സെക്ഷൻ മോഡുലസ് അല്ലേ? ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എം എന്ത് എഴുതാൻ പറ്റും? എം ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഞാൻ ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, പി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്റെ സെന്ററിൽ ഒരു ഈ ഡിസ്റ്റൻസിൽ ബക്ലിംഗ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ മൊമെന്റ്, അവിടെയുള്ള മൊമെന്റ് എങ്ങനെ എഴുതാൻ പറ്റും? ആ ആക്ട് ചെയ്ത ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് എഴുതിക്കൂടെ? എം ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ് സിഗ്മ ബി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ സെക്ഷൻ മോഡുലസ് സെഡ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, പി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ സെഡ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇനി അടുത്തൊരു ടേം വരുന്നത് കേൺ ഓഫ് എ കോളം സെക്ഷൻ ആണ്. എന്താണ് ഒരു കേൺ എന്ന് പറഞ്ഞാൽ? ഓക്കെ, അപ്പം കേൺ ഓഫ് എ സെക്ഷൻ ഇസ് ദ ഏരിയ within a cross section where a compressive load can be applied without causing tensile stress. Without causing tensile stress. അതായത് നമ്മളിപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഒരു ലോഡ് ആക്ട് ചെയ്യാണ്. അപ്പൊ ഒരു കംപ്രസീവ് ലോഡ് ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ഈ കംപ്രസീവ് ലോഡ് കാരണം ആ ഒരു സെക്ഷനിൽ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാത്ത ഒരു ഏരിയയാണ് നമ്മൾ എന്താ പറയുന്നത്, കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത് അത് റെക്ടാങ്കുലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കുലർ ആയിക്കോട്ടെ, നമ്മളൊരു കംപ്രസീവ് ലോഡ് കൊടുത്താൽ അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, കേൺ ഓഫ് എ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഓയിലേഴ്സ് കോളം തിയറി ആണ്. ഓയിലേഴ്സ് കോളം തിയറി ഇത് മെയിൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് കോളത്തിന് വേണ്ടിയിട്ടാണ് ഓയിലേഴ്സ് കോളം തിയറി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പിട്ട് നമുക്ക് ആ തിയറിയുടെ ഇക്വേഷൻ പറയുന്നതിന് മുമ്പിട്ട് നമുക്ക് എന്ത് വേണം, അതിൽ കുറച്ച് അസംപ്ഷൻസ് ഉണ്ട്. ആ ഒരു അസംപ്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓയിലേഴ്സ് കോളം തിയറിയുടെ അസംപ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് 7 അസംപ്ഷൻ ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അസംപ്ഷൻ എന്താണ്? ദ കോളം ഈസ് ഇനീഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ്. ഇനീഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ദ ലോഡ് അപ്ലൈഡ് ഈസ് ആക്സിയൽ ആയിട്ടാണ് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ അസംപ്ഷൻ എന്താണ്? ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളം ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത്. ഓക്കെ, ക്രോസ് സെക്ഷൻ എന്താണ്? യൂണിഫോം ത്രൂ ഔട്ട് ദ ലെങ്ത്. തേർഡ് അസംപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ കോളം മെറ്റീരിയൽ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്. സോ എന്തായിരിക്കും? ഇറ്റ്സ് ഒബേസ് ഹുക്സ് ലോ. ഓക്കെ, ഇലാസ്റ്റിക് ആണ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്
ആൻഡ് ഒബേസ് ഹുക്സ് ലോ. അതാണ് നമ്മുടെ തേർഡ് അസംഷൻ വരുന്നത്. ഓക്കെ, ഫോർത്ത് അസംഷൻ എന്താണ്? ദ ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ്. ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ ലാറ്ററൽ ഡയമെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലോങ് കോളത്തിന്റെ കേസിൽ ലാറ്ററൽ ഡയമെൻഷൻ ചെറുതായിരിക്കും ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? വളരെ വലുതായിരിക്കും കമ്പയർഡ് ടു ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ഫിഫ്ത്ത് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട് സ്ട്രെസ് ഇസ് വെരി സ്മോൾ. ഡയറക്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ബെൻഡിങ് സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും നമ്മുടെ സിഗ്മ ബി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദ കോളം, സിക്സ്ത് അസംഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ കോളം വിൽ ഫെയിൽ ബൈ ബക്ലിംഗ് ഓൺലി. ബക്ലിംഗ് കാരണം മാത്രമാണ് നമ്മുടെ കോളം ഫെയിൽ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് സെൽഫ് വെയിറ്റ് ഓഫ് ദ കോളം ഈസ് നെഗ്ലിജിബിൾ. സെൽഫ് വെയിറ്റ് നമ്മൾ കണക്കിൽ കൂട്ടുന്നില്ല, നമ്മൾ നെഗ്ലിജിബിൾ ആണ് സെൽഫ് വെയിറ്റ്. നമ്മൾ സെൽഫ് വെയിറ്റ് ഓഫ് ദ കോളം ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, അപ്പൊ ഏഴ് അസംഷൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ് ഫസ്റ്റ് അസംഷൻ? എന്താണ്? പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആണ്. അതുപോലെ തന്നെ ലോഡ് ആക്ട് ചെയ്യുന്നത് എന്താണ്? ആക്സിയലി ആണ്. രണ്ടാമത്തെ അസംഷൻ എന്താണ്? യൂണിഫോം ത്രൂ ഔട്ട് ലെങ്ത്. ക്രോസ് സെക്ഷൻ എന്തായിരിക്കും? യൂണിഫോം ത്രൂ ഔട്ട് ലെങ്ത് ആയിരിക്കും. തേർഡ് അസംഷൻ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഹോമോജീനിയസ് ആണ്, ഐസോട്രോപിക് ആണ്, ഹുക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർത്ത് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ ഡയമെൻഷൻ ചെറുതായിരിക്കും കമ്പയർഡ് ടു ദ ലെങ്ത്. ഓക്കെ, ലാറ്ററൽ ഡയമെൻഷൻ ഈസ് സ്മോൾ കമ്പയർഡ് ടു ലെങ്ത്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ? ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ ലാറ്ററൽ ഡയമെൻഷൻ. ഓക്കെ, ഫിഫ്ത്ത് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട് സ്ട്രെസ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, സിക്സ്ത് എന്ന് പറഞ്ഞാൽ കോളം വിൽ ഫെയിൽ ബൈ ബക്ലിംഗ് എലോൺ. ഓക്കെ, സെവൻത്ത് അസംഷൻ നമ്മൾ സെൽഫ് വെയിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല, സെൽഫ് വെയിറ്റ് നെഗ്ലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ മാത്രമാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഓയിലേഴ്സിന്റെ തിയറി നമുക്ക് 4 കണ്ടീഷൻ വരുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ബോത്ത് എൻഡ് ഓഫ് ദ കോളം ആർ ഹിഞ്ച്ഡ്. നമ്മുടെ രണ്ട് എൻഡും ഹിഞ്ച്ഡ് ആയിരിക്കും. അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ എൻഡ് ഈസ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ. ഓക്കെ, ഒരു എൻഡ് ഫിക്സ്ഡ് ആയിരിക്കും, ഒരു എൻഡ് ഫ്രീ ആയിരിക്കും. ഓക്കെ, തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് എൻഡ്സ് ആർ ഫിക്സ്ഡ്, രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഫോർത്ത് അസംഷൻ എന്താണ്? വൺ എൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് പിൻഡ്. പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു സൈൻ കൺവെൻഷനും കൂടെ ഉണ്ട്. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് വിച്ച് വിൽ ബെൻഡ് ദ കോളം ടു ഇറ്റ്സ് കോൺവെക്സിറ്റി ടുവേർഡ്സ് ദ ഇനീഷ്യൽ സെൻട്രൽ ലൈൻ. ഓക്കെ, അത് നമ്മൾ എന്താക്കിയെടുക്കും? പോസിറ്റീവ് ആക്കി എടുക്കും. അതായത് ഈ ഒരു എ ബി എന്ന് പറഞ്ഞതാണ് എൻ്റെ ഇനീഷ്യൽ സെൻട്രൽ ലൈൻ എങ്കിൽ അതിന് കോൺവെക്സിറ്റി ആയിട്ട് എൻ്റെ ബീം ബെൻഡ് ആവുകയാണെങ്കിൽ അതിന് ഞാൻ എന്താക്കിയെടുക്കും? പോസിറ്റീവ് ആക്കി എടുക്കും. എന്താക്കിയെടുക്കും? പോസിറ്റീവ് ആക്കി എടുക്കും. നേരെ തിരിച്ച് ഇപ്പം ആ ഒരു സെൻട്രൽ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺകേവിറ്റി ആണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ, കോൺകേവിറ്റി ടുവേർഡ്സ് സെൻട്രൽ ലൈൻ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കിയെടുക്കും? നെഗറ്റീവ് ആക്കി എടുക്കും. അല്ലേ? നെഗറ്റീവ് ആക്കി എടുക്കും. കോൺകേവിറ്റി ആണെങ്കിൽ നെഗറ്റീവും, കോൺവെക്സിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കിയെടുക്കും? പോസിറ്റീവ് ആക്കി എടുക്കും. അപ്പൊ സൈൻ കൺവെൻഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഓയിലേഴ്സ് ഫോർമുല ഫോർ ബക്ലിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് എന്താണ്? PE is equal to pi square EI divided by LE square ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതിൽ PE എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്ലിംഗ് ലോഡിനെയാണ് PE എന്ന് പറയുന്നത്. പൈ നമുക്കറിയാം കോൺസ്റ്റന്റ് ആണ്, ഇ നമ്മുടെ യങ്സ് മോഡുലസ് ആണ്, ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. LE എന്ന് പറഞ്ഞാൽ എന്താണ്? LE എന്ന് പറഞ്ഞാൽ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് ആണ്. എഫക്റ്റീവ് ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ടേംസ് ഒക്കെ നമുക്ക് ഏകദേശം പരിചയമുള്ള ടേംസ് ആണ്. അപ്പൊ ഇതിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞ ടേം നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടേം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ നമ്മൾ ഇക്വിവാലന്റ് ലെങ്ത് എന്ന് പറയും കേട്ടോ. ഇക്വിവാലന്റ് ലെങ്ത് ഓഫ് എ കോളം എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് എഫക്റ്റീവ് ലെങ്ത്? എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ length of an equivalent column of same material and cross section with hinged ends having the value of crippling load equal to that of the given column. ഓക്കെ, അപ്പോൾ ഇക്വിവാലന്റ് കോളം ആയിരിക്കും. ഇപ്പൊ നമ്മൾക്ക് ഏതൊരു കോളം എടുക്കുകയാണെങ്കിൽ അതിന് ഇക്വിവാലന്റ് ആയിട്ട് ആ സെയിം മെറ്റീരിയൽ ആൻഡ് സെയിം ക്രോസ് സെക്ഷൻ വിത്ത് ഹിഞ്ച്ഡ് എൻഡ്സ് ആയിരിക്കും. നമ്മുടെ ബോത്ത് എൻഡ്സും ഹിഞ്ച്ഡ് ആണെങ്കിൽ
അതിന്റെ വാല്യൂ ഈക്വൽ ടു നമ്മുടെ ബീമിന്റെ ക്രിപ്ലിംഗ് ലോഡ് ആണെങ്കിൽ അതിന്റെ ലെങ്തിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇക്വിവാലന്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡിഫറെന്റ് ടൈപ്പ് സെക്ഷൻസും അതിന്റെ ഇക്വേഷൻസും ആണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക, PE അല്ലെങ്കിൽ നമ്മുടെ ക്രിപ്ലിംഗ് ലോഡ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ L സ്ക്വയർ തന്നെയാണ് വരിക. അപ്പോൾ ഇതിൽ എഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു നമ്മുടെ ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സെയിം കോളം ആയിരിക്കണം, സെയിം ഏരിയ ആയിരിക്കണം, സെയിം മെറ്റീരിയൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സെയിം ക്രിപ്ലിംഗ് ലോഡും ആണെങ്കിൽ ആ ഒരു ഹിഞ്ച്ഡ് കോളത്തിന്റെ ലെങ്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കോളത്തിന്റെ ലെങ്ത് തന്നെയാണ് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇക്വേഷനും എഫക്റ്റീവ് ലെങ്ത്തും എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഫ്രീ ആണ്. ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, ഒരു എൻഡ് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ A എന്ന് പറയുന്ന എൻഡ് ഫിക്സ്ഡ് ആണ്, B എന്ന് പറയുന്ന എൻഡ് എന്താണ്, ഫ്രീ ആണ്. ആ ഒരു കേസിൽ നമ്മുടെ ക്രിപ്ലിംഗ് ലോഡ് എന്താ വരിക, പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ 4LEL സ്ക്വയർ. ഓക്കെ, 4L സ്ക്വയർ ആണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ എന്താണ് എഫക്റ്റീവ് ലെങ്ത് എന്താണ് വരുന്നത്, 2L അല്ലേ വരുന്നത്. എഫക്റ്റീവ് ലെങ്ത് 2L ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ്സ് ആർ ഫിക്സ്ഡ്. നമ്മുടെ രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. A എന്ന് പറയുന്ന എൻഡും ഫിക്സ്ഡ് ആണ്, B എന്ന് പറയുന്ന എൻഡും ഫിക്സ്ഡ് ആണ്. ഈ ഒരു കേസിൽ നമ്മുടെ ലോഡ് വരുന്നത് 4 പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ L സ്ക്വയർ എന്നല്ലേ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് എന്താ വരുന്നത്, L ഈസ് ഈക്വൽ ടു L/2 അല്ലേ വരുന്നത്. ഓക്കെ, ഇനി വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഹിഞ്ച്ഡ്. അപ്പൊ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, അതർ എൻഡ് ഹിഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ A എന്ന് പറയുന്ന എൻഡ് ഫിക്സ്ഡ് ആണ്, B എന്ന് പറയുന്ന എൻഡ് ഹിഞ്ച്ഡ് ആണ്. ഓക്കെ, ആ ഒരു കേസിൽ നമ്മുടെ ലോഡ് വരുന്നത് എന്താണ്, PE ഈസ് ഈക്വൽ ടു 2 പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ L സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് എഫക്റ്റീവ് ലെങ്ത് എന്താണ് വരുന്നത്, L/√2 അല്ലേ വരുന്നത്. L/√2 അല്ലേ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കണ്ടീഷനും അതിന്റെ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം, മസ്റ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷനിലെ PE ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ LE സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിലെ ഇത് ഓർത്തിരിക്കുക. നമ്മുടെ എഫക്റ്റീവ് ലെങ്ത്തിന്റെ വാല്യൂസ് ഓർത്തിരിക്കുക. അതായത് ഹിഞ്ച്ഡ് ആണെങ്കിൽ, ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് LE ഈസ് ഈക്വൽ ടു L ആണെന്നും, വൺ എൻഡ് ഫിക്സ്ഡ് അതർ എൻഡ് ഫ്രീ ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു 2L ആണെന്നും, അതുപോലെ തന്നെ ബോത്ത് എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണെന്നും, വൺ എൻഡ് ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് L/√2 ആണെന്ന് ഓർത്തിരിക്കാം. അപ്പം നമ്മൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മുടെ ഓയിലേഴ്സ് ഫോർമുലയാണ് ഇത്, ഓയിലേഴ്സ് ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇനി നമ്മുടെ എന്ത് ചെയ്യാണ്, ക്രിപ്ലിംഗ് ലോഡ് ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ നമ്മുടെ എഫക്റ്റീവ് ലെങ്ത്തിന്റെയും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെയും ടേംസിലേക്ക് നമ്മുടെ ക്രിപ്ലിംഗ് ലോഡിനെ ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പൊ നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് എന്താണ് നമുക്ക് അറിയാമായിരുന്നല്ലോ, പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ LE സ്ക്വയർ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ഐനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഏരിയ ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. നമ്മുടെ +2 അതില് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒക്കെ പഠിക്കുന്നപ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, P ഈക്വൽ ടു പൈ സ്ക്വയർ E ഇൻറ്റു ഐക്ക് പകരം നമുക്ക് AK സ്ക്വയർ എന്ന് കൊടുത്തുകൂടെ, ഡിവൈഡഡ് ബൈ LE സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്രിപ്ലിംഗ് സ്ട്രെസ് എങ്ങനെ എഴുതാൻ പറ്റും, ക്രിപ്ലിംഗ് സ്ട്രെസ്സിന് നമുക്ക് P/A എന്ന് എഴുതിക്കൂടെ, ക്രിപ്ലിംഗ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിപ്ലിംഗ് സ്ട്രെസ്സിന് എങ്ങനെ എഴുതാൻ പറ്റും, നമ്മൾ ഈ ഒരു വാല്യൂ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ, പിയുടെ വാല്യൂ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ പൈ സ്ക്വയർ EAK സ്ക്വയർ ഡിവൈഡഡ് ബൈ LE സ്ക്വയർ എന്ത് വരും, ഡിവൈഡഡ് ബൈ ഒരു ഏരിയയും കൂടെ വരൂലേ, ഡിവൈഡഡ് ബൈ ഏരിയ വരുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ ഒരു ഏരിയ വരും. അപ്പം ഏരിയയും ക്യാൻസൽ ആയിപ്പോയി. പൈ E സ്ക്വയർ നമ്മൾ ഈ ഒരു K സ്ക്വയറിന് അടിയിലേക്ക് കൊണ്ടുപോകാണ്. അപ്പം പൈ E ഡിവൈഡഡ് ബൈ LE/K ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, LE ഡിവൈഡഡ് ബൈ K സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പം എന്താണ് ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൈ സ്ക്വയർ E ഡിവൈഡഡ് ബൈ LE ഡിവൈഡഡ് ബൈ K സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഓക്കെ,
അപ്പം ഈ എന്താണ് നമ്മുടെ എൽ ഇ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ അല്ലെങ്കിൽ എൽ ഇ ഡിവൈഡഡ് ബൈ കെനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. സ്ലെൻഡർനെസ് റേഷ്യോ എന്താന്ന് നോക്കാം. ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ലെങ്ത് ഓഫ് ദ കോളം to the least radius of gyration of the column. Actual length divided by least radius gyration ആണ് നമ്മൾ എന്ത് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഷോർട്ട് കോൾ ആണോ ലോങ് കോൾ ആണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് സ്ലെൻഡർനെസ് റേഷ്യോ. ഓക്കെ, ഇപ്പൊ സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാൻ പറ്റും? സ്ലെൻഡർനെസ് റേഷ്യോ ഇസ് ഈക്വൽ ടു ആക്ച്വൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതായത് എൽ ബൈ കെ. ഓക്കെ, അപ്പം ഓർത്തിരിക്കുക, തിയറി പോർഷനിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ലിമിറ്റേഷൻ ഓഫ് ഓയിലേഴ്സ് തിയറി ആണ് വരുന്നത്. ലിമിറ്റേഷൻ ഓഫ് ഓയിലേഴ്സ് തിയറി ആണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് ക്രിപ്ലിംഗ് സ്ട്രെസ് എന്താണെന്ന് നമുക്കറിയാലോ. അപ്പം ക്രിപ്ലിംഗ് സ്ട്രെസ്സിൽ നമുക്ക് വരുന്നത് പൈ സ്ക്വയർ ഇ ഡിവൈഡഡ് ബൈ എൽ ഇ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ എന്നല്ലേ വരുന്നത്. അപ്പൊ ഇതിൽ നോക്കിയേ, ഈ ദ സ്ലെൻഡർനെസ് റേഷ്യോ ഈ സ്മോൾ സ്ലെൻഡർനെസ് റേഷ്യോ ആണെങ്കിൽ എന്തായിരിക്കും? ക്രിപ്ലിംഗ് സ്ട്രെസ് വിൽ ബി ഹൈ. ബിക്കോസ് എന്താണ്, ഇതിനെ നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോന്റെ സ്ക്വയറിന് എഴുതിക്കൂടെ? അപ്പം ഈ ഒരു സ്ലെൻഡർനെസ് റേഷ്യോന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ ക്രിപ്ലിംഗ് സ്ട്രെസ്സിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. ബിക്കോസ് എന്താണ്, അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്രിപ്ലിംഗ് സ്ട്രെസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് എൽ ഇ ബൈ കെ അല്ലേ. അപ്പം സ്ലെൻഡർനെസ് റേഷ്യോ കുറവാണെങ്കിൽ എന്തായിരിക്കും? ക്രിപ്ലിംഗ് സ്ട്രെസ് ഹൈ ആയിരിക്കും. ബട്ട് കോളം മെറ്റീരിയൽ ദ ക്രിപ്ലിംഗ് ലോഡ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ ക്രഷിംഗ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ ഡിസൈൻ കൺസെപ്റ്റിൽ വരികയാണെങ്കിൽ ഒരു കോളം മെറ്റീരിയലിന് ക്രിപ്ലിംഗ് ലോഡ് ഒരിക്കലും എന്താണ് ക്രഷിംഗ് സ്ട്രെസ്സിനെക്കാട്ടും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ കൂടുതലായിട്ട് വരാൻ പാടില്ല. ഓക്കെ, അതാണ് ഓയിലേഴ്സ് തിയറിയുടെ ഓയിലേഴ്സ് ഫോർമുലയുടെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ വെൻ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ലെസ് ദാൻ സർട്ടൻ ലിമിറ്റ്, Euler's formula gives value of crippling stress greater than the crushing stress. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു സ്ലെൻഡർനെസ് റേഷ്യോ ഒരു ലിമിറ്റിൽ, ഒരു സർട്ടൻ ലിമിറ്റിനെക്കാട്ടും കുറവാണെങ്കിൽ നമ്മുടെ Euler's formula gives value of crippling stress greater than the crushing stress. അപ്പോൾ നമ്മുടെ ഒരു കോളം മെറ്റീരിയലിന്റെ കേസിൽ അത് നോട്ട് അലൗഡ് ആണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ദിസ് ഫോർമുല ക്യാൻ ഓൺലി അപ്ലൈ ടു ലോങ് കോളംസ്. നമ്മുടെ ഷോർട്ട് കോളത്തിന് ഈ ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഫോർമുല നെഗ്ലക്ട് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്. ഇതിൽ നമ്മൾ എന്താണ് ബക്ലിംഗ് സ്ട്രെസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ കംപ്രസീവ് സ്ട്രെസ് ഈ ഒരു ഫോർമുലയിൽ നെഗ്ലക്ട് ചെയ്യാണ്. അപ്പം അതും ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അപ്പം ഈ പോർഷൻസ് ഒക്കെ നമുക്ക് തിയറിക്ക് ചോദിച്ചേക്കാം. അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പോർഷൻസ് ആണ്. മസ്റ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. ലിമിറ്റേഷൻ ഓഫ് ഓയിലേഴ്സ് ഫോർമുല ചോദിക്കാം, അതുപോലെ തന്നെ അസംപ്ഷൻസ് ഓഫ് ഓയിലേഴ്സ് ഫോർമുല ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഓയിലേഴ്സ് ഫോർമുല കാരണം നമുക്ക് ഷോർട്ട് കോളത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ഒരു എന്താ പറയാ സൊല്യൂഷൻ ആയിട്ടാണ് റാങ്കൈൻസ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ് റാങ്കൈൻസ് ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? 1/P is equal to 1/PC is equal to 1/PE. ഓക്കെ, ഇതിൽ P എന്താണ്? ക്രിപ്ലിംഗ് ലോഡ് ബൈ റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്രിപ്ലിംഗ് ലോഡ് ആണ് P എന്ന് പറയുന്നത്. PC എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്രഷിംഗ് ലോഡാണ്. ഓക്കെ, അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്രഷിംഗ് സ്ട്രെസ് ഇൻറ്റു നമ്മുടെ ഏരിയ എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ക്രഷിംഗ് സ്ട്രെസ് ഇൻറ്റു നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് എഴുതിക്കൂടെ? അതായത് PC ഈസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി അടുത്തത് PE എന്ന് പറഞ്ഞ ടേം അല്ലേ? PE എന്ന് പറഞ്ഞ ടേം എന്താണ്? ക്രിപ്ലിംഗ് ലോഡ് ബൈ ഓയിലേഴ്സ് ഫോർമുല. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ് ക്രിപ്ലിംഗ് ലോഡ് ബൈ ഓയിലേഴ്സ് ഫോർമുല. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് പിയുടെ വാല്യൂ എന്ത് കിട്ടും? ക്രിപ്ലിംഗ് ലോഡ് ബൈ റാങ്കൈൻസ് ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ഇൻറ്റു എൽ ഇ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്, മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്?
എ എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്കൈൻസ് കോൺസ്റ്റന്റ് ആണ്. ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്കൈൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആ ഒരു എനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ എന്നാണ് എയുടെ വാല്യൂ. അതായത് റാങ്കൈൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ ആണ് നമ്മുടെ റാങ്കൈൻസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പൊ റാങ്കൈൻസ് ഫോർമുല എന്തായിരുന്നു? റാങ്കൈൻസ് ഫോർമുല ഫോർ ക്രിപ്ലിംഗ് ലോഡ് എന്തായിരുന്നു? സിഗ്മ സി ഡിവൈഡഡ് ബൈ പി ഈസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ഇൻറ്റു എൽ ഇ ഡിവൈഡഡ് ബൈ കെ സ്ക്വയർ എന്നല്ലേ? കെ സ്ക്വയർ എന്നല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്, മറന്നു പോകരുത്. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റാങ്കൈൻസ് കോൺസ്റ്റന്റ് ആണ്. റാങ്കൈൻസ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ ആണ് എ ഈസ് ഈക്വൽ ടു സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ എന്ന് പറയുന്നത്. ഓക്കെ, എന്റെ വാല്യൂ ആണ് സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓയിലേഴ്സിന്റെ ഫോർമുല ഓർത്തിരിക്കുക, അസംഷൻസ് ഓർത്തിരിക്കുക, ലിമിറ്റേഷൻസ് ഓർത്തിരിക്കുക, റാങ്കൈൻസിന്റെ ഫോർമുല ഓർത്തിരിക്കുക. ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്.